ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും എങ്ങനെ ഇരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു? ഇന്നത്തെ ദിവസം എങ്ങനെ പോയി? നമുക്കിന്ന് ടാരോൻ്റെ അടുത്ത് നിങ്ങളുടെ ലൈഫ് സ്മൂത്തായിട്ടും തുടർച്ചയായിട്ട് പോസിറ്റീവായിട്ടിരിക്കാനും എന്ത് ബാഡ് ഹാബിറ്റാണ് നിങ്ങളുള്ള ഒരു ബാഡ് ഹാബിറ്റ് ഉണ്ട്, ആ ബാഡ് ഹാബിറ്റ് ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിച്ചാലോ? ടാരോണ്ട് ചോദിച്ചാലോ? ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് അല്ലേ? നമുക്ക് ചോദിച്ചോക്കാം. ഞാനും അറിയണമല്ലോ നിങ്ങളുടെ ഉള്ളിൽ എന്ത് ബാഡ് ഹാബിറ്റാണുള്ളതെന്ന്. അതിൻ്റെ കാമൻ ക്വൈറ്റാക്കി വയ്ക്കാം. ടേക്ക് എ ഡീപ് ബ്രെത്ത്. നമുക്ക് നോക്കാം. നമുക്ക് ഷഫിൾ ചെയ്യാം. അപ്പോൾ ഇതിൽ 5 4 10 4 10 4 14 4 1 5. മൈൻഡ്, മനസ്സിന് ഓവർ തിങ്കിങ്, അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ബാഡ് ഹാബിറ്റ് എന്നാണ് ടാരോ പറയുന്നത്. ടെമ്പറൻസ് കാർഡ് റിവേഴ്സാണ് വന്നത്, തലകുത്തിയാവുന്നത്. എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഓവറായിട്ട് ചിന്തിച്ചിട്ട് നമ്മുടെ ലൈഫിൻ്റെ പോസിറ്റിവിറ്റിയും നമ്മുടെ എയിമും ഫോക്കസും എല്ലാം ഡിസ്ട്രാക്റ്റ് ആയി പോകുന്നത് എന്ത് കാര്യത്തിനാണ്? പോസിറ്റീവായിട്ടിരിക്കുക, നല്ല കാര്യങ്ങൾ മാത്രം അട്രാക്റ്റ് ചെയ്യുക, നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക, എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക, മൈൻഡിനെ സ്റ്റേബിളാക്കി വയ്ക്കുക, ഓവർ തിങ്കിങ് ചെയ്യാതിരിക്കുക. നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അതാണ് നമ്മളിലേക്ക് വരിക എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്, അല്ലേ? അപ്പോൾ നമ്മുടെ സന്തോഷവും സമാധാനവും എല്ലിരിക്കുന്നത് നമ്മുടെ ചിന്തകളിലാണ്. ചിന്തകൾക്ക് പ്രാധാന്യമുണ്ട്. ചിന്തകളാണ് നമ്മുടെ സന്തോഷത്തിൻ്റെയും നമ്മുടെ സങ്കടത്തിൻ്റെയും കാരണം. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് ടാരോ പറയുന്നത്. ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല ഓവർ തിങ്കിങ് കാരണം. ഇല്ലത്തുനിന്ന് പോവുകയും ചെയ്തു, അമ്മാറ്റത്ത് എത്തിയുമില്ല, അങ്ങനെ എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ട്. അത് തന്നെയാണ് ഇവിടെ വർക്കാവുന്നത്. ഇതിനാണ് ഓവർ തിങ്കിങ് ചെയ്യുന്നത്. നിങ്ങളുടെ ആ ഓവർ തിങ്കിങ് ബാഡ് ഹാബിറ്റാണ് നിങ്ങളുടെ ലൈഫിനെയും നിങ്ങളുടെ കൺസിസ്റ്റൻസിനെയും നിങ്ങളുടെ പോസിറ്റീവ് എനർജീനെയും എല്ലാം ബ്ലോക്ക് ചെയ്യിക്കുന്നത് എന്നാണ് ടാരോ പറയുന്നത്. നത്തിങ് ഈസ് പെർമനൻറ്റ്. ഒന്നും പെർമനൻ്റ് അല്ല. നമ്മുടെ ഈ ലൈഫ് പോലും പെർമനൻ്റ് അല്ല. ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ പോകാൻ പറ്റുന്ന അത്രയ്ക്കുള്ളൂ നമ്മുടെ ജീവൻ്റെയൊക്കെ ഒരു ആയുസ്. എന്തിനാണ് വെറുതെ ഓവർ തിങ്കിങ് ചെയ്ത് ടെൻഷൻ അടിച്ചിട്ട് നമ്മുടെ ഓരോ സുന്ദരമായ നിമിഷങ്ങളെയും എന്തിനാണ് വെറുതെ വിഷമിപ്പിച്ചിട്ട് തള്ളി നീക്കുന്നത്? പോസിറ്റീവായിട്ടിരിക്കുക. ഓക്കെ, നല്ലത് മാത്രമേ നടക്കട്ടെ. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. കേട്ടോ?